CPM മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ ചൈന ബന്ധം മോദിയുടെ കൈകളിലൂടെ ദൃഢമാകും. മോദിക്ക് പിന്തുണ എന്നാണ് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞിരിക്കുന്നത്. ചിരിക്കുന്നതാണ്. അല്ല, ഞാൻ ഈ ഒറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ, അതോ ഒരു ദേശത്തിൻ്റെ കഥ, എനിക്ക് അതിലൊരു കൺഫ്യൂഷൻ. ഒരു തെരുവിൻ്റെ കഥയാണെന്ന് തോന്നുന്നു. സ്വാതന്ത്ര്യ സമരകാലം. അപ്പോൾ അന്ന് നരിമാൻ കോഴിക്കോട് വന്നു. പുള്ളിയുടെ നേതൃത്വത്തിൽ ജാഥ. അപ്പോൾ നരിമാൻ നല്ല ഹൈറ്റ്, ഒരു 7 അടി ഹൈറ്റൊക്കെ ഉള്ള വലിയ ഫിഗറാണ് നരിമാൻ. അപ്പം നരിമാൻ ഏറ്റവും മുമ്പിൽ ത്രിവർണ്ണ പതാകയൊക്കെയായിട്ട്, ബാക്കി കോൺഗ്രസ്സുകാർ നാട്ടുകാരൊക്കെ പിന്നാലെയായിട്ട് ജാഥ. അപ്പോൾ എതിരെ ഈ കല്ല് അടുക്കി വെച്ച വണ്ടി വലിച്ചുകൊണ്ട് കുഞ്ഞാമ്മത് വരുന്നുണ്ട്. കുഞ്ഞാമ്മത് കണ്ട് അന്തം വിട്ടുപോയി. കുഞ്ഞമ്മന് സ്വാതന്ത്ര്യം എന്താ, പാരതന്ത്ര്യം ഇതൊന്നും അറിയാനും പറ്റില്ല. പക്ഷേ യോഗ്യനായ ഒരു മനുഷ്യൻ. കുഞ്ഞമ്മത് അടവെച്ച് വണ്ടിയെന്ന് നിർത്തി താത്തി വെച്ചു. എന്നിട്ട് തലക്കെട്ടഴിച്ചു ഒന്ന് കുടഞ്ഞിട്ട് വീണ്ടും ഒന്ന് കെട്ടിയിട്ട് ജാഥയിലേക്ക് കയറി. വരും പോലെ വരും, നരിമാനിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ട്. ഭാരത് മാതാക്ക് ജയിക്കുന്നില്ല, നരിമാനിക്ക് ജയിക്കുക. കാരണം പരമയോഗ്യനാണ്. അതെ അതെ. കുഞ്ഞമ്മത് കല്ലൊക്കെ പിന്നെ കൊണ്ടുപോകണം. അപ്പം ഇന്ന് നമുക്ക് കൊണ്ടുപോകാവുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ജാഥയിൽ അങ്ങനെ കുഞ്ഞമ്മത് പങ്കെടുത്ത കഥ പൊറ്റക്കാട് സരസമായിട്ട് വിവരിക്കുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ MA ബേബി. എന്ത് ചെയ്യണമെന്ന് പിടിയൊന്നുമില്ല. അവസാനം പുള്ളി ഈ നരിമാൻ എന്ന മോദിക്ക് ജയ് എന്ന് പറഞ്ഞിട്ടങ്ങ് കൂടിയിരിക്കുകയാണ്. വേറെ എന്ത് ചെയ്യും? ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങളല്ലേ പറഞ്ഞ് ചൈനയുമായിട്ട് ഗുഡ് ടേംസിലാകണം എന്നുള്ള ചോദ്യം വരും. ഇത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ മോദിയെ പിന്തുണച്ചില്ലേ എന്നുള്ള വിമർശനം വരും. ഈ രണ്ടാമത്തെ കാര്യമാണ് പിന്നെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ആദ്യത്തേത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു കാൽക്കുലേഷനിലാണ് MA ബേബി. കോടിയേരി മുമ്പ് പറഞ്ഞില്ലേ, അമേരിക്കയും ഇന്ത്യയും കൂടെ ചേർന്ന് ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന്. ഇതും ഇതിലപ്പുറമൊക്കെ ഇവർ പറഞ്ഞു. ഒന്നാമത് ഇതൊക്കെ ആര് നോക്കുന്നു? MA ബേബിക്കൊക്കെ എന്ത് വിലയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ? ഒരു വിലയുമില്ല. രാഹുൽ ഗാന്ധിയുടെ കൂടെ പോയാൽ ചിലപ്പോൾ അങ്ങനെ ഇരിക്കാനൊരു കസേര കൊടുക്കുന്നവർ. ട്രംപിന് താക്കീതൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ കൊടുക്കാൻ ചിലവില്ലല്ലോ. ഇതാരും ശ്രദ്ധിക്കാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്കും സുനിലിനും പറയാൻ ട്രംപ് രാജിവെക്കണം. അങ്ങനെ ABC മലയാളം കാണുന്നില്ല, കണ്ടാൽ മനസ്സിലാകുകയില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാം. ഇതൊക്കെ അല്പത്തരമല്ലേ ഇത്. പക്ഷെ എന്നാലും മോദിക്ക് ഒരു കാര്യത്തിലെങ്കിലും പിന്തുണ എന്ന് പറയേണ്ടി വന്നു. ആദ്യമായിട്ടാണ്. അത് ശരിയാണ്. മോദി എന്ത് ചെയ്താലും വിമർശിക്കുക എന്നുള്ള CPM ലൈനിൽ നിന്ന് മാറി. അതുകൊണ്ടാണ് നമ്മൾ വർത്തമാനം പറയുന്നത്. ആദ്യമായിട്ടാണ് മോദിയെ പിന്തുണയ്ക്കുന്നത്. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് CPMനെ നമ്മൾ അഭിനന്ദിക്കുകയും വേണം. ഈ ഒരു കാര്യത്തിലെങ്കിലും, ഭാരതത്തിൻ്റെ കാര്യത്തിൽ ഇന്നും വരെ പിന്തുണച്ചിട്ടില്ല. ചൈനയുടെ കാര്യം വന്നപ്പോഴെങ്കിലും പിന്തുണച്ചല്ല. സത്യത്തിൽ ഈ പിന്തുണ മോദിക്കുള്ള പിന്തുണയല്ല, ചൈനയ്ക്കുള്ള പിന്തുണയാണ്. മോദിയുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്രയെങ്കിലും ചെയ്തല്ലോ ഒരിടത്തെങ്കിലും. അതിൽ നമ്മൾ നിസ്സീമമായ കൃതജ്ഞത രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിച്ച് പോവുകയാണ്. എൻ്റെയും കമ്മിറ്റിയുടെ പേരിൽ പോകാൻ പാടില്ല, ഇരിക്കണം അച്ഛനെ. എൻ്റെ സ്വന്തം പേരിലും കമ്മിറ്റിയുടെ പേരിലും മൈക്കുകാരൻ്റെയും ഭണ്ഡാരക്കാരൻ്റെയും പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എന്ത് ചെയ്യും? പക്ഷേ ഇതൊരു നയം മാറ്റാണോ CPMൻ്റെ? എന്ത് നയം? CPMൻ്റെ നയം എന്തായാലും എന്താണ്? ഹൂ കെയേഴ്സ്? എനിക്കറിയില്ല. കേരളത്തിലെങ്കിലും കേരളത്തിലായിക്കോ, അന്താരാഷ്ട്ര നയം കേരളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. SCO മീറ്റിങ്ങിലെ കമ്മ്യൂണിക്കേയിലോട് നിങ്ങൾ യോജിക്കുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യം കേരളത്തിൽ പ്രസക്തമല്ല. പണ്ടൊക്കെ ഇത് ചെയ്യുമായിരുന്നു അവർ. നിക്കാരാഗ്വയിൽ അമേരിക്കൻ ഇടപെടലിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ട് അതിൻ്റെ ജാഥ, അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആ വിഷയമൊക്കെ പറയും. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ആൾക്കാർ കവളം മെഡലെടുത്ത് അടിക്കും ഇതും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെ അതൊന്നും പറയാൻ പറ്റില്ല. ഡൽഹിയിൽ വല്ല പ്രസ്താവനയൊക്കെ ഇറക്കി പീപ്പിൾസ് ഡെമോക്രസിയിലൊക്കെ കൊടുത്തിട്ട് അത് അവസാനിക്കും. ഇവിടെ ദേശാഭിമാനി കൊടുക്കും. ചിന്ത അതുപോലെ അവരുടെ കുറേ പ്രസിദ്ധീകരണങ്ങളും കൈരളിച്ചാൽ. പക്ഷേ വേറെ കാര്യമുണ്ട് ചേട്ടാ, ഇത് നമ്മൾ ഈ മോദിക്കെതിരായ നിലപാട്, മോദി ഒരു ഫാസിസ്റ്റ് ആണ്, ഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞല്ലോ അല്ലേ? അർദ്ധ ഫാസിസ്റ്റോ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഫാസിസ്റ്റ് അല്ല. ഏതായാലും ഈ CPM
എടുക്കുന്ന മോദി വിരുദ്ധ നിലപാടിന് ഒരു കാരണം ഇവർ ഈ ചൈനയെ ചങ്കില ചൈനയായിട്ട് കാണുന്നതാണ്. അപ്പോൾ ചങ്കില ചൈനയുടെ കൂടെ തോളത്ത് കൈയിടാൻ മോദി തയ്യാറായാൽ CPM BJP-കാരൻ്റെ തോളത്ത് കൈയിടാൻ പറ്റുമോ? അല്ല, ഇത് മറ്റത് സംഭവിക്കാതെ തന്നെ CPM-നും BJP-കാരുടെ തോളത്ത് കൈയിടാം. അതിന് ചൈന വരെയൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഒരു പ്രത്യയശാസ്ത്ര മാനം കൊടുക്കാമല്ലോ. പ്രത്യയശാസ്ത്ര മാനം അല്ലാതെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാമെന്ന്. ഈ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ BJP-യുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ ആരും നിങ്ങളെ ഒരു ചുക്കും പറയാൻ പോകുന്നില്ല. ആകെ ഇതേ ഉള്ളൂ, ന്യൂനപക്ഷ വിരുദ്ധരാണെന്ന് പറയും. ന്യൂനപക്ഷ വിരുദ്ധരല്ല എന്നുള്ളതിന് മാത്രം എന്തെങ്കിലും ന്യായം കണ്ടുപിടിച്ചാൽ മതി. വേറെ ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ചേട്ടൻ്റെ പഴയ ലേഖനം ഞാൻ ഓർക്കുകയാണ്. അതെ, CPM BJP അല്ല, പക്ഷെ ഞാനതിൽ CPM BJP കൂട്ടുകെട്ട് വേണം എന്നല്ല പറഞ്ഞു, പിന്നെന്താ സൗഹൃദം വേണമെന്നേ പറഞ്ഞു. വഴക്കില്ലാതെ നിൽക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ തമ്മിൽ പൊരുത്തപ്പെട്ട് ഒരു മുന്നണിയാകുക, ആ ഉദ്ദേശം അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ഞാൻ ലേഖനം വായിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. ഞാനതിൽ ക്ലിയറായിട്ട് പറഞ്ഞു, വഴക്ക് അവസാനിപ്പിക്കുക. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വഴക്കിടാൻ ഒരു ന്യായവും ഇല്ല. അതെന്താ? പണ്ടെന്തെങ്കിലും ന്യായം ഉണ്ടായിരുന്നിരിക്കാം, ഇപ്പോൾ ഒരു ന്യായവും. ഇപ്പോൾ രണ്ടും രണ്ട് വിരുദ്ധാശയങ്ങളല്ലേ? എന്ത് വിരുദ്ധാശയം എന്നാണ് പറയുന്നത്? ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നവരാ ഫലത്തിൽ CPM അല്ലേ? അത് ദേവസ്വം ബോർഡാണ്. ഈ ന്യായം പറയാമെന്നുള്ളതല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM-കാരനല്ലേ, പ്രശാന്ത്. CPM സ്പോൺസേർഡാണ് ആഗോള അയ്യപ്പ സംഘം. ഇന്നലെ ഈ പാലക്കാട് മുണ്ടൂർ മീനങ്ങാടിയിൽ ഗണേശോത്സവം നടത്തി. ഗണേശ വിഗ്രഹമൊക്കെ ആയിട്ട് നിമജ്ജനം ചെയ്തു. ചുവന്ന പട്ടുടുത്ത ഗണേശനായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടക്കുന്നു. ഇത്തവണ ഗണേശോത്സവത്തിൽ അവർ ചെഗുവേരയെ കൂടെ എഴുന്നള്ളിച്ചു. ചെഗുവേര ഈ വർഷം, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഈ വർഷം വെള്ളക്കൊടിയിൽ ഗണേശനായിരുന്നു. ഇത് പതുക്കെ പതുക്കെ അത് മാറിക്കോളും. ഒരു തവണ ചെഗുവേര, പിന്നെ ചെഗുവേരയെ താഴെ വെച്ചു, പിന്നെ DYFIയുടെ കൊടിയിൽ ഗണേശനെ വെച്ചു, പിന്നെ ആ കൊടി വെള്ളയിൽ നിന്ന് കാവിയിലേക്ക് മാറും. കാരണം ഗണേശോത്സവം അതിൻ്റെ ചിട്ടയിൽ നടക്കുമ്പോഴല്ലേ ഗണേശോത്സവം ആകുള്ളൂ. ആചാരങ്ങളെല്ലാം പാലിച്ചിട്ടാണ് ചെയ്തത്. മറ്റത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗണേശോത്സവം അല്ലെങ്കിൽ മിക്സ് ചെയ്ത ഗണേശോത്സവം. ആ മിക്സ് മെല്ലെ മെല്ലെ മാറി പ്യുവറായിട്ട് മാറിക്കോളും. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് BJP-യുടെ തോളത്ത് കൈയിടാൻ ഒരു പ്രയാസവുമില്ല. ഇറ്റ്സ് ആൻ ഈ ഇലക്ട്രൽ അലൈൻമെൻറ്റ് അത് ചെയ്തിട്ടുമുണ്ട് ഇതിനു മുമ്പ്. സിക്കിമിൽ ഒരേ ഒരു സീറ്റാണ് ഉള്ളത്, ലോക്സഭാ സീറ്റ്. അത് അവിടെ ഒരു പാർട്ടിയുണ്ട്, സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട്. അവർക്കാണ് എപ്പോഴും അതിൽ. ഇവരെ തോൽപ്പിക്കാനായിട്ട് 2009 തിരഞ്ഞെടുപ്പിൽ CPM, കോൺഗ്രസ്, BJP 3 പേരും ചേർന്നൊരു സ്ഥാനാർത്ഥിയെ 2009 3 പേരും ചേർത്ത് സ്ഥാനാർത്ഥിയെ നിർത്തി. എന്നിട്ട് അയാൾ തോറ്റുപോയി. അന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞില്ലാതെ ഒരു ലോക്കലി ഉണ്ടാക്കിയ ഒരു കൂട്ടുകെട്ടാണ്, പാർലമെന്റിലേക്ക് മത്സരിക്കുക കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നു, ബട്ട് ഞങ്ങളത് അറിഞ്ഞില്ല, ഞങ്ങൾ അപ്രൂവ് ചെയ്തില്ല. അപ്പോൾ ഇത് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർ യോജിച്ചിട്ടുണ്ട്. കോൺഗ്രസും BJP-യും യോജിച്ചിട്ടുണ്ട്, പക്ഷേ അത് വളരെ കുറവാണ്. അതിലെത്രയോ കൂടുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP-യും തമ്മിലുള്ള യോജിപ്പ്. പഴയ ജനസംഘമായിരുന്നപ്പോൾ, പിന്നീട് BJP ആയിരുന്നപ്പോൾ എത്രയോ തവണ ഔദ്യോഗികമായിട്ട് ഇവർ യോജിച്ചിട്ടുണ്ട്. ആഴ്ചയിലൊരിക്കൽ ഹർകിഷൻ സിംഗ് സുർജിത്ത്, LK അദ്വാനി, VP സിംഗ് ആഴ്ചയിലൊരിക്കൽ, വ്യാഴാഴ്ച മറ്റായിരുന്നു, എല്ലാ വ്യാഴാഴ്ചയും കോർഡിനേഷൻ മീറ്റിംഗ്. VP സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ചായ കുടിച്ച്, ഇനി ഈ അടുത്ത ആഴ്ച എന്തൊക്കെ ഇഷ്യൂ, എന്തൊക്കെ പ്രശ്നം, ഇത് നിങ്ങൾ കച്ചറ ഉണ്ടാക്കരുത്, മറ്റേത് നിങ്ങൾ മിണ്ടരുത്, ഞാനിതൊന്ന് കൊണ്ടുപോയിക്കോട്ടെ. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, എന്നാൽ പിന്നെ ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നു. ബ്രോഡ് പോളിസി എഗ്രിമെൻറ്റ് എവറി വീക്ക്. ഇത് നടത്തിയത് ഹർകിഷൻ സിംഗ് സുർജിത്താണ്. VP സിംഗിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന കാലം. അപ്പോൾ അത് കഴിഞ്ഞ് 91 കോലീബി സഖ്യം, കോൺഗ്രസ്, ലീഗ്, BJP ഈ സഖ്യം ഉണ്ടായിരുന്നതല്ലേ? ഇല്ലാതെ അത് രഹസ്യമൊന്നുമല്ല. കോമൺ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പിന്നെ രഹസ്യമാണെന്ന് പറയാൻ പറ്റുമോ? ബേപ്പൂര് മാധവൻകുട്ടി സാറിനെ, വടകരയിൽ ലോക്സഭയിലേക്ക് രത്നസിംഗിനെ ഈ സ്ഥാനാർത്ഥിയെ നിർത്തി തലയിൽ മുണ്ടിട്ടാണോ സ്ഥാനാർത്ഥി നടക്കുന്നത്? ഇറ്റ് വാസ് ഓപ്പൺ.
അത് ക്ലിക്ക് ചെയ്തില്ല വേറെ പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് അല്ല ഞാൻ പറയുന്നത്, വെദർ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ് വാസ് ദെയർ ഓർ നോട്ട്. 1967 അന്ന് BJP അല്ല, ജനസംഘമാണ്. ജനസംഘം, CPI, CPM, സോഷ്യലിസ്റ്റ് പാർട്ടി ഇവരെല്ലാം ചേർന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കാനായിട്ട് സംയുക്ത വിധായക ദൾ മന്ത്രിസഭകളുണ്ടായി. ബീഹാറിൽ, ഉത്തർപ്രദേശിൽ, പഞ്ചാബിൽ, രാജസ്ഥാനിൽ, ഇത്രയും സ്ഥലത്ത് സംയുക്ത വിധായക ദൾ മന്ത്രിസഭകളുണ്ടായി. 1.5 വർഷം 2 വർഷമൊക്കെ നിന്നുള്ളൂ, അപ്പോഴത്തേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു. ബട്ട് ഇതുണ്ടായി. CPIയുടെ മന്ത്രിമാർ വരെ ഉണ്ടായി. CPM അന്ന് ചെറിയ കക്ഷിയാണ്, അതുകൊണ്ട് അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. മുന്നണിയിലുണ്ടായിരുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സിറ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്, അത്തരം സ്ഥാനങ്ങൾ CPMന് കിട്ടി. മന്ത്രിസ്ഥാനം കൊടുത്തില്ല. ഹർകിഷൻ സിംഗ് സുർജിത്ത് ഉണ്ടായിരുന്നു പഞ്ചാബിൽ, പുള്ളി ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ, MLA ആയിരുന്നു. അപ്പോൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം കൂട്ടുകൂടിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനസംഘം BJPയുമാണ്. അപ്പോൾ വലിയ താമസമില്ലാതെ കോൺഗ്രസ്സുകാർ കൂടിയിട്ടുണ്ട് വളരെ ചുരുക്കം. അല്ല, നമുക്ക് വൈകാതെ MABBയെ ബേബിജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അതിനകത്ത് ഇതിനെ അതിശക്തമായിട്ട് എതിർക്കുന്ന ആൾക്കാരുമുണ്ട്. ഈ ന്യൂനപക്ഷമാണല്ലോ ഇതിൻ്റെ പ്രശ്നം. ന്യൂനപക്ഷം എന്ത്, BJPയും CPM കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആചന്ദ്രകാലം കേരളം ഭരിക്കാം. അങ്ങനെ വിചാരിക്കരുത്. കാരണം ഈ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺസോളിഡേറ്റഡ് ഹിന്ദു വോട്ട് CPMൻ്റെ കയ്യിലുണ്ട് എന്ന് ധരിച്ചിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ പറയുന്നത്. അത് ഇല്ലെന്ന് പലവട്ടം തെളിഞ്ഞിട്ടുണ്ട്. CPMകാർ പഴയ പോലെ മെക്കാനിക്കലായിട്ട് CPMന് വോട്ട് ചെയ്യുന്നില്ല. അവരുടെ പോളിസി നോക്കിയിട്ടും സ്ഥാനാർത്ഥി നോക്കിയിട്ടും ഒക്കെയാണ് ഇപ്പോൾ CPMകാർ വോട്ട് ചെയ്യുന്നത്. പഴയ പോലെ അവർക്ക് ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഉള്ള ശേഷിയൊന്നുമില്ല. പണ്ടവർ അവരുടെ ശേഷി ഉപയോഗിച്ച് അച്യുതാനന്ദനെ മാരാരിക്കുളത്ത് തോൽപ്പിച്ചിരുന്നു. ഇന്നൊന്ന് തോൽപ്പിച്ചു നോക്കി PK പളനിയെ തോൽപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് അത് ലീക്കാവും. അപ്പോൾ പഴയ ഒരു കൺസോളിഡേറ്റഡ് വോട്ട് എന്ന് പറഞ്ഞ് CPMന് ഇല്ല. അവരുടെ വോട്ട് ബേസ്, പൊളിറ്റിക്കൽ വോട്ടുണ്ടല്ലോ, അത് ചുരുങ്ങി വളരെ നേർത്തുപോയി. അതുകൊണ്ട് അവരെടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അണികളെല്ലാം കൂടെ ഉണ്ടാവും എന്നൊക്കെ ഉറപ്പിക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലെ യുദ്ധം എങ്ങനെ ജയിക്കും, ഇതാണ് എല്ലാവരുടെയും വറി. ഞാൻ സുനിലിനൊരു മെസ്സേജ് അയച്ച് സുനിലിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് പഴയ ചരിത്രം എടുത്തിട്ട് അതിൻ്റെ പേജ് നമ്പറും ബുക്ക് നമ്പറും ഒക്കെ എഴുതി അങ്ങോട്ടങ്ങ് കൊടുത്ത് ഞാൻ ജയിച്ച് നിൽക്കുക. അന്ന് വൈകുന്നേരമാണ് CPM BJP കൂട്ടുകൂടാൻ തീരുമാനമാകുന്നത്. അതോടെ എൻ്റെ ഗ്യാസ് പോയില്ലേ, ഞാൻ തോറ്റില്ലേ. അപ്പം ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനത്തെ ലക്ഷക്കണക്കായ ആളുകളാണ് കേരളത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ തർക്കം ജയിക്കാൻ വേണ്ടിയിട്ട് ദേ വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. ഇത് വല്ലാതെ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. വേറൊരു മുന്നണി ആലോചിച്ച് നോക്കിയേ, CPM BJP മുസ്ലിം ലീഗ്. അതാണെങ്കിൽ ആചന്ദ്രതാരമേ സന്തതി പ്രവേശമേ നിങ്ങൾക്ക് ഭരിക്കാം. ബാക്കി ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. തിങ്ക് ഔട്ട് ഓഫ് ബോക്സ്. ലുക്ക് അറ്റ് അമിത്ഷാ ഇങ്ങനത്തെ എൻജിനീയറിങ്ങിൻ്റെ ആളാണ്. കാശ്മീരിൽ ആരെങ്കിലും വിചാരിച്ചിരുന്നു PDPയുമായിട്ട് കൂട്ടുകൂടി ഒരു മന്ത്രിസഭ ഉണ്ടാക്കുന്നു? ആർക്കാണ് BJPയിൽ ഇങ്ങനെ ചിന്തിക്കാനൊരു ധൈര്യം ആർക്കാവുള്ളത്? അമിത്ഷായ്ക്കുണ്ട്. ബോൾഡായിട്ട് റിസ്ക് എടുക്കുക. കേരളത്തിൽ BJPക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. എന്ത് നഷ്ടപ്പെടാൻ? ഇത്രയും സുഖമുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ കേരളത്തിൽ BJP പോലെ വേറെ ആർക്കുമില്ല. യു ക്യാൻ ടേക്ക് എനി റിസ്ക് ബിക്കോസ് യു ഹാവ് നത്തിങ് ടു ലൂസ്. അത് നെഗോഷിയേറ്റ് ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വിന്നിങ് മൊമെൻറ്റ്. ഏതായാലും കേൾക്കാൻ രസമുള്ള കാര്യങ്ങളാണ്. പക്ഷെ തൽക്കാലം നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരിക്കലെങ്കിലും മോദിയെ CPM പിന്തുണച്ചല്ലോ. CPM മോദിയെ പിന്തുണയ്ക്കുന്നുവെന്ന് ഇന്നലെ വരെ സുനിൽ വിചാരിച്ചിരുന്നില്ല. ഇന്നത് സംഭവിച്ചില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നാളെ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരും. ഞെട്ടാൻ തയ്യാറായിക്കോ. അതെ അതെ. മറ്റേ VD സതീശൻ്റെ ബോംബൊന്നുമല്ല, ഇത് പൊളിറ്റിക്കൽ ബോംബായിരിക്കും. അതെ അതെ, സംഭവിക്കാം. അസംഭവ്യം എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞൊരു സാധനം പൊളിറ്റിക്സ്. അതെ അതെ അതെ.
അതൊക്കെ ഈ നമ്മുടെ കേരളത്തിലെ മലയാളികളുടെ മാത്രം സ്വഭാവം. അയ്യോ ഇതിങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് മാറുന്നത്? പൊളിറ്റിക്സിൽ മാറണം, മാറ്റമാണ് പൊളിറ്റിക്സ്. മാറിക്കഴിഞ്ഞാൽ രാജ്യവും നിങ്ങളും ഒക്കെ നന്നാവുള്ളൂ. അല്ലാതെ പഴയ ഡോഗ്മ കെട്ടിപ്പിടിച്ചിരുന്ന് ഗുണം പിടിക്കുക. എല്ലാവർക്കും നന്നാവാൻ കഴിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.